നമസ്കാരം. ഇ മാത്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 1.4ൻ്റെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് എ ഈക്വൽ ടു 3, 5, 7, 9, 11, ബി ഈക്വൽ ടു 7, 9, 11, 13, സി ഈക്വൽ ടു 11, 13, 15 ആൻഡ് ഡി ഈക്വൽ ടു 15, 17. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷൻ സി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇൻ്റർസെക്ഷനും യൂണിയനും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാർട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടതിന് ശേഷം എക്സസൈസിലേക്ക് വരിക. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എ നോക്കുക. 3, 5, 7, 9, 11. ബി 7, 9, 11, 13. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 7ഉം 9ഉം 11ഉം രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് എഴുതുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 7, 9, 11. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആയി. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബിക്കും സിക്കും കോമൺ ആയിട്ട് വരുന്നത്. അപ്പം 7, 9, 11, 13, 11, 13, 15. അപ്പം 11ഉം 13ഉം രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അത് മാത്രം എടുത്തെഴുതുക. ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു 11, 13. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം ഡി എ അതുമായിട്ട് കോമൺ ചെയ്യാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി ആദ്യം എഴുതാം. എ ഇൻ്റർസെക്ഷൻ സി മാത്രം ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇതിൽ 3, 5, 7, 9, 11, 11, 13, 15. അപ്പോൾ 11 മാത്രമേ ഉള്ളൂ എയ്ക്കും സിക്കും ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പം 11 ആണ് നമുക്ക് കിട്ടിയത്. ഇൻ്റർസെക്ഷൻ ഡി. ഡി ഏതാണ്? 15, 17. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഇതിന് രണ്ടിനൂടെ കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇതിൽ 11ഉം ഇതിൽ 15, 17ഉം ആണുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? 5 ആണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് 5 ആണ് ആൻസർ. അപ്പോൾ അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ക്വസ്റ്റ്യൻസ് മുമ്പോട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എയും ബിയും സിയും ഡിയും ഞാൻ പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ. നെക്സ്റ്റ് പേജിലേക്കൊക്കെ മറിച്ച് പോകുമ്പോൾ നമുക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എയ്ക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നോക്കുക 3, 5, 7, 9, 11, 11, 13, 15. അപ്പോൾ 11 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? 11. ഓക്കെ, വളരെ സിമ്പിളാണ്. നോക്കി നോക്കി അങ്ങ് ചെയ്താൽ മതി. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ ഡി. ബി ഇൻ്റർസെക്ഷൻ ഡി. ബിക്കും ഡിക്കും കോമൺ ആയിട്ട് വരുന്നത് 7, 9, 11, 13, 15, 17. അപ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടോ ബി ഇൻ്റർസെക്ഷൻ ഡി കോമൺ ആയിട്ട്? ഇതിൽ രണ്ടിലൂടെ ഒന്നും വരുന്നില്ല. അപ്പം ബി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ബി യൂണിയൻ സി നമുക്ക് ആദ്യം ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് എ എഴുതാം. എ എന്താണ്? 3, 5, 7, 9, 11. 3, 5, 7, 9, 11. ഓക്കെ, എ ആയി. ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. അപ്പോൾ ബി യൂണിയൻ സി കൊണ്ട് ചെയ്യാം. ബിയും സിയും കൂടെ യൂണിയൻ ആണ്, ഇൻ്റർസെക്ഷൻ അല്ല. ബിയും സിയും കൂടെ യൂണിയൻ ചെയ്യുകയാണ്. അപ്പോൾ യൂണിയൻ ചെയ്യുമ്പോൾ ഇതിനകത്തിലെ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സ് ഫുള്ള് വേണം. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയുകയും വേണം. അപ്പം നമുക്ക് ആദ്യം ബി എഴുതാം. 7, 9, 11. ഓക്കെ, 13 ഉണ്ട്. യൂണിയൻ സി. ഇപ്പം 11ഉം 13ഉം കോമൺ ആണ്. അപ്പം നമ്മളത് പ്രത്യേകിച്ച് ഒന്നുകൂടെ എടുത്തെഴുതേണ്ട ആവശ്യമില്ല. 15 കൂടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ബി യൂണിയൻ സി ആയി. ബി യൂണിയൻ സി എന്ന് പറയുന്നത് 7, 9, 11, 13, 15 ആണ്. അപ്പോൾ ഇത് യൂണിയൻ ബി യൂണിയൻ സി. ഇത് ഫുൾ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യണം. 7, 9, 11, 13, 15. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്ര വരും? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ ആൻസർ. അതായത് ഇൻ്റർസെക്ഷൻ ആണ് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്. ഇതിന് കോമൺ, ഇതിനും കൂടെ രണ്ടിനൂടെ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. അപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 7ഉം 9ഉം 11ഉം ഇവിടെയും കോമൺ ആണ്. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? 7, 9, 11. ഓക്കെ, ഇങ്ങനെ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഓപ്പറേഷൻ നിങ്ങൾ ആദ്യമേ സൈഡിൽ അങ്ങ് ചെയ്യുക. എന്നിട്ട് യൂണിയൻ ആണോ ഇൻ്റർസെക്ഷൻ ആണോ എന്ന് വെച്ച് അത് ആ സെറ്റിനെ എടുത്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി, അപ്പോൾ തെറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി ആണ്.
അപ്പോൾ നമുക്ക് ബി യൂണിയൻ ഡി കാണണം. അപ്പോൾ ബി യൂണിയൻ ഡി ആദ്യമേ ഇങ്ങനെ എഴുതി വെച്ചേക്കാം. ബി യൂണിയൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ബിയിലെയും ഡിയിലെയും എലമെൻറ്റ്സ് എല്ലാം വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പം നമുക്ക് ബി യൂണിയൻ ഡി 7, 9, 11, 13. ഡിയിൽ ഏതാണുള്ളത്? പ്രത്യേകിച്ച് രണ്ടിനൂടെ റിപ്പീറ്റ് ആയിട്ടൊന്നും വരാത്തതുകൊണ്ട് അതുപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. രണ്ടിലെ എലമെൻറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 3, 5, 7, 9, 11. ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി 7, 9, 11, 13, 15, 17. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് സെറ്റിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് നോക്കുക. 7, 9, 11 ഉണ്ട്. അതുപോലെ ഏതുണ്ട്? 13, 14 വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെയും 7, 9, 11 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ആൻസർ ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. 7, 9, 11 ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് ഞാനിവിടെ 8th ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരുന്നത്. 7th ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റൊക്കെ ചെയ്യാം. ഈ ഒരു ഫ്രെയിമിൻ്റെ ലാസ്റ്റ് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്തത് 9th ക്വസ്റ്റ്യൻ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പം നമ്മൾ ആദ്യമേ ഇൻ്റർസെക്ഷൻ ബി എഴുതുക. ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 7, 9, 11 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബി യൂണിയൻ സിയുടെ വാല്യൂ കണ്ടതാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ 7, 9, 11, 13, 15 ആണ്. ഓക്കെ, അപ്പം എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുക. കോമൺ ആയിട്ട് ഏതാണ് വരുന്നത്? 7, 9, 11 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ വാല്യൂ കിട്ടി. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബിയും ബി യൂണിയൻ സിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ എ യൂണിയൻ ഡി നമുക്ക് കാണണം. നോക്കിക്കേ, എ ഇവിടെ യൂണിയൻ ഡി. അപ്പോൾ എ യൂണിയൻ ഡി ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. 3, 5, 7, 9, 11 എ യൂണിയൻ ഡി 15, 17 ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഏതാണ്? ഇവിടെ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അങ്ങോട്ട് എഴുതുകയാണ്. അതുപോലെ 13, 15. ഓക്കെ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ എടുക്കുന്നത് നോക്കിക്കേ. 7, 9, 11 രണ്ടിലും ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 7, 9, 11, 15 ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡിയും ബി യൂണിയൻ സിയും ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് വിട്ടുപോയത് എ ഇൻ്റർസെക്ഷൻ ഡി ആണ് 7th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കേ, ഇൻ്റർസെക്ഷൻ ഡി എ നമുക്ക് തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. അപ്പം ഡിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് എ ഇൻ്റർസെക്ഷൻ ഡി. അപ്പോൾ എ എന്ന് പറയുന്നത് 3, 5, 7, 9, 11 ആണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് 15, 17 ആണ്. നോക്കിക്കേ, ഇതിൽ രണ്ടിലും എന്തെങ്കിലും എ ഇൻ്റർസെക്ഷൻ ഡി ആണ് ചെയ്യുന്നത്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് എടുക്കാനുണ്ടോ? ഇല്ല, ഒന്നും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. If a equal to x such that x is a natural number, b equal to x is an even natural number, c is an odd natural number, x is a prime number. ഓക്കെ, ഇത്രയാണ് എ ബി സി ഡി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് എഴുതാം. അപ്പോൾ എ ഈക്വൽ ടു എന്താണ്? ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെറ്റ് എങ്ങനെയാണ് വരുന്നത്? 1, 2, 3, 4, 5 അങ്ങനെ പോകും. റേഞ്ച് ഒന്നും തന്നിട്ടില്ല, നാച്ചുറൽ നമ്പറിന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റായിട്ട് തന്നെ നമ്മൾ എഴുതുന്നു. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പർ നമുക്കറിയാം. 2, 4, 6, 8, 10 ഒക്കെ അങ്ങനെ പോകും. അടുത്തത് സി എന്ന് പറയുന്നത് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എങ്ങനെയാണ്? 1, 3, 5, 7 അങ്ങനെ പോകും. ഓക്കെ,
ഓക്കെ, ഡി എന്ന് പറയുന്നത് ഈസ് എ പ്രൈം നമ്പർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ എങ്ങനെയാണ് പോകുന്നത്? 2, 3, 5, 7. ഓക്കെ, ആദ്യമായിട്ട് ഈ പ്രൈം നമ്പർ ഒന്നും അറിയാത്തവർ ഫസ്റ്റ് പാർട്ടൊക്കെ പോയി നോക്കുക. ഞാനതിൽ വളരെ വിശദമായിട്ട് എല്ലാ നമ്പേഴ്സിനെയും കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എല്ലാത്തിനെയും നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ എല്ലാം സൊല്യൂഷൻ കാണണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നോക്കുക. എ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. ബി എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്ക്കും ബിക്കും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? അപ്പോൾ എയ്ക്കും ബിക്കും കൂടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറിനകത്ത് തന്നെ ഈവൻ നാച്ചുറൽ നമ്പറും ഉണ്ടല്ലോ. നോക്കിക്കേ, 1, 2, 3, 4, 5 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ 2, 4, 6 എന്ന് പറഞ്ഞ നമ്പേഴ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ നിന്നും വന്ന ഒരു സെറ്റാണ് ഈവൻ നാച്ചുറൽ നമ്പർ. അതായത് നാച്ചുറൽ നമ്പറിൽ ഈവനും ഉണ്ട്, ഓടും ഉണ്ട്, എല്ലാം ഉണ്ട്. ബി എന്ന് പറയുന്നത് പ്രത്യേകം ഈവൻ നാച്ചുറൽ നമ്പറായിട്ട് തന്നിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് രണ്ടിലൂടെ കോമൺ ആയിട്ട് ഏതാണുള്ളത്? ഈ 2, 4, 6, 8, 10 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നെ അതിൻ്റെ ആൻസർ എഴുതാം. എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പർ തന്നെയാണ്. അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? നമുക്ക് ഏതാണ് കിട്ടിയിരിക്കുന്ന സെറ്റ്? അതേ സെറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. അത് നോക്കിക്കേ. എ എന്ന് പറയുന്നത് നോർമൽ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിനകത്ത് ഈവൻ നാച്ചുറൽ നമ്പറും ഉണ്ട്, ഓഡ് നാച്ചുറൽ നമ്പറും ഉണ്ട്. സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പറും ഈ വെറും നാച്ചുറൽ നമ്പറും എടുക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇതിനകത്തും ഉണ്ട് ഇത്. ഈ ഓഡ് നാച്ചുറൽ നമ്പർ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഏതാണ് കോമൺ ആയിട്ട് നിൽക്കുന്നത്? ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പം എ ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ഈക്വൽ ടു ഏതാണ് നമുക്ക് കിട്ടിയ ആൻസർ? സി തന്നെ, സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ഡി. ഞാൻ അതേപോലെ നമ്മുടെ സെറ്റുകൾ ഇങ്ങോട്ട് എഴുതി. അപ്പം നെക്സ്റ്റ് പേജിൽ വന്നതുകൊണ്ട് അപ്പം എ ഇൻ്റർസെക്ഷൻ ഡി ആണ് നമുക്ക് കാണേണ്ടത്. എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ, ബി എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ, ഓഡ് നാച്ചുറൽ, പ്രൈം നമ്പേഴ്സ്. അപ്പം എ ഇൻ്റർസെക്ഷൻ ഡി, എ ഇൻ്റർസെക്ഷൻ ഡി. അപ്പം ഡി പ്രൈം നമ്പറുമായിട്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു നാച്ചുറൽ നമ്പറിൽ നിന്ന് നമ്മൾ എഴുതിയ സെറ്റുകളാണ് ഇതെല്ലാം. പ്രൈം നമ്പേഴ്സിലുള്ള 2, 3, 5, 7 ഏതിലുള്ളതാണ്? ഈ നാച്ചുറൽ നമ്പറിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി ഇതിനും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ നാച്ചുറൽ നമ്പറിന് ഇതിന് കോമൺ വന്നത് ഇത്, ഇതിനും കോമൺ വന്നത് ഇത്. അപ്പോൾ ഇതിനും കോമൺ വരുന്നത് എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് പോലെ. ഇതിനകത്തിലെ ഈ 3 സെറ്റുകൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റാണ് എ. കാര്യം ഇതിൽ നിന്നാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? ഏത് സെറ്റാണ് അത്? ഇതിൻ്റെ ആൻസർ ഡി തന്നെ. ഓക്കെ, ഇത്രയാണ് എ ഇൻ്റർസെക്ഷൻ ഡി. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ്. നോക്കിക്കേ, ബി എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സി എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പർ. ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇത് തമ്മിൽ എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടോ? ഇല്ല. ഇത് ഇരട്ട സംഖ്യകളും ഇത് ഒറ്റ സംഖ്യകളുമാണ്. അപ്പോൾ എന്ത് പറയാം? ബി ഇൻ്റർസെക്ഷൻ സി. ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് എടുക്കാനുള്ളത് എന്താണ്? ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബി ഇൻ്റർസെക്ഷൻ ഡി ആണ്. ബി ഇൻ്റർസെക്ഷൻ ഡി. ബി എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഡി എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നോക്കിക്കേ, ബിക്കും ഡിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ബിക്കും ഡിക്കും ബിയിൽ 2, 4, 6, 8, ഡിയിൽ 2, 3, 5, 7. അപ്പോൾ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി ഇൻ്റർസെക്ഷൻ ഡി ഈക്വൽ ടു 2 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് എഴുതാൻ. ബാക്കി തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പം 2 എന്ന് നമുക്ക് എഴുതാം. ബി ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു 2. അടുത്ത ക്വസ്റ്റ്യൻ സി ഇൻ്റർസെക്ഷൻ ഡി. അപ്പോൾ സി നോക്കിക്കേ, സി എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകൾ, ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് 2, 3, 5, 7 ഇങ്ങനെ പോകും. അപ്പം നമ്മൾ നോക്കേണ്ടത് സി എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പർ. ഡി എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ. അപ്പം നമുക്കിതിൽ കോമൺ നോക്കുമ്പോൾ
ഈ 2 അതായത് ഈവൻ ആയിട്ടുള്ള ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? രണ്ടെണ്ണമാണ്, രണ്ട് ടൈപ്പാണ്. അതായത് ഓഡ് പ്രൈം നമ്പറും ഉണ്ട്, ഈവൻ പ്രൈം നമ്പറും ഉണ്ട്. ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് ഉള്ളതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3, 5, 7 ഒക്കെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡ് പ്രൈം നമ്പറിൽ വരുന്നതാണ് ഈ 3, 5, 7. ഈവൻ പ്രൈം നമ്പറിൽ വരുന്നതാണ് 2. അപ്പോൾ നമുക്കിതിനകത്ത് കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓഡ് പ്രൈം നമ്പർ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്ന കാര്യം. ഓഡ് പ്രൈം നമ്പർ എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 3, 5, 7 പോലുള്ളത് അതെല്ലാം ഇതിലുള്ളതാണ്. 3, 5, 7, 9. അപ്പോൾ ഇതിന് രണ്ടിനൂടെ കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് എടുക്കാം. അപ്പം നമുക്ക് എന്തെഴുതാം? C intersection D equal to X such that X is an odd prime number. ഓക്കെ, ഒറ്റ സംഖ്യകളും പ്രൈം നമ്പേഴ്സും തമ്മിൽ അതിൻ്റെ ഒരു കോമൺ എടുക്കുന്ന സമയത്ത് ഒറ്റ സംഖ്യകൾ വരികയും വേണം, പ്രൈം നമ്പറിൽ നിന്നും എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒറ്റ സംഖ്യകളായിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ് ഇതിന് രണ്ടിനൂടെ കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിൻറ്റ് സെറ്റ്. അപ്പോൾ ഇത് ഈ പേരിൽ തന്നെ ഉണ്ട്. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്തിരിക്കണമെങ്കിൽ എന്താണ്? അവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് ആ സെറ്റ് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ഡിസ്ജോയിൻ എന്ന് പറയുന്ന ഇപ്പോൾ രണ്ട് സെറ്റുകൾ എടുക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു കോമൺ പാർട്ടുണ്ട് ഇതിന്. അതായത് ഈ രണ്ട് സെറ്റുകൾ, സെറ്റ് എ, സെറ്റ് ബി, ഈ രണ്ട് സെറ്റുകൾ എന്താണ്? ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ പാർട്ട് നമുക്കുണ്ട്, ഒരു കോമൺ സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതുള്ളതാണ് നമ്മൾ ജോയിൻ സെറ്റ്. രണ്ട് സെറ്റുകൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഡിസ്ജോയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതായത് ഡിസ്ജോയിൻ്റ് ഇത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ എന്തായിരിക്കണം? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 5. അതായത് കോമൺ ആയിട്ടൊന്നും എടുക്കാനില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ സെറ്റാണെന്ന് പറയാം. വളരെ ക്ലിയർ ആണല്ലോ. അതായത് ഡിസ്ജോയിൻ സെറ്റ് പേരിൽ തന്നെ ഉണ്ട്. രണ്ട് സെറ്റുകൾ തമ്മിൽ എടുക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് ഒരു എലമെൻസും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് ഡിസ്ജോയിൻ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് എ ഈസ് ഈക്വൽ ടു എ ബി സി, സെറ്റ് ബി ഈക്വൽ ടു ഇ എഫ് ജി. നോക്കിക്കേ, എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുവാണെങ്കിൽ എ ബി സി ഇ എഫ് ജി ഇത് തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ എലമെൻറ്റ് വരുന്നുണ്ടോ? ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണ്, അല്ലെങ്കിൽ നൾ സെറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എയും ബിയും, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ സെറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ എക്സാമിൻ ചെയ്യേണ്ടതും അതാണ്. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്, ഒരു പെയർ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് നോക്കിയിട്ട് അത് ഡിസ്ജോയിൻ സെറ്റാണോ, അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒരു എലമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നില്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1, 2, 3, 4 സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3, 4 ആണ്. അടുത്തത് തന്നിരിക്കുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുമുണ്ട്. അപ്പം നമുക്കിത് നോക്കണം ഡിസ്ജോയിൻ്റ് ആണോ എന്ന്. ഫസ്റ്റ് 1, 2, 3, 4 ഇങ്ങോട്ട് എഴുതി. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ, ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 4ഉം 6ഉം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 4, 5, 6 ഇതാണ് ഈ സെറ്റ്. അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നത്. നമ്മളതിനെ ജോയിൻ്റ് ആയിട്ട് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ നോക്കിക്കാം, നമുക്ക് ഈ സെറ്റിൻ്റെ സെറ്റ് എ ഈക്വൽ ടു 1, 2, 3, 4 എന്ന് കൊടുക്കാം. സെറ്റ് ബി ഈക്വൽ ടു 4, 5, 6 എന്ന് കൊടുക്കാം. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഒന്ന് എടുത്ത് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി എടുത്ത് നോക്കുവാണെങ്കിൽ 1, 2, 3, 4 ആണ്, 4, 5, 6 ആണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 4 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ കോമൺ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടിൽ, ഈ ഒരു പാർട്ടിൽ വരുന്നതാണല്ലോ ഈ 4 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ കോമൺ പാർട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? ഈ രണ്ട് സെറ്റും എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിൻറ്റ്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് അല്ല, ജോയിൻ സെറ്റാണ്. രണ്ട് തമ്മിൽ കോമൺ ആയിട്ടൊരു എലമെൻ്റ് ഉണ്ട്. അടുത്തതും അതേപോലെ തന്നെ നമുക്ക് നോക്കണം. എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു ഇൻ്റർസെക്ഷൻ സി ഡി ഇ എഫ്. അപ്പം ഡിസ്ജോയിൻ സെറ്റ് ആണോ എന്ന് എക്സാമിൻ ചെയ്യുക ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷൻ എടുക്കുക എന്നുള്ളതാണ്.
ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കില്ല. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 5 കിട്ടുകയാണെങ്കിൽ അത് ഒരു ഡിസ്ജോയിൻറ്റ് സെറ്റ് ആയിരിക്കും. അപ്പോൾ AEIOU ഇൻ്റർസെക്ഷൻ CDEF ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഇതിൽ രണ്ടിലൂടെ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാനുണ്ടോ? AEIOU. അപ്പോൾ E എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെയും കോമൺ E ഉണ്ട്, ഇവിടെയും കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സെറ്റ്സ് ആർ നോട്ട് ഡിസ്ജോയിൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് x such that x is an even integer, x such that x is an odd integer. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, x is an even integer ആണ്. 2, 4, 6, 8 അല്ലെങ്കിൽ -2, -4, -6 അങ്ങനെ പോകും. ഇൻറ്റിജറിൻ്റെ കാര്യവും ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൈനസും പോസിറ്റീവും നെഗറ്റീവും അടങ്ങുന്ന എല്ലാ സംഖ്യകളെയാണ് നമ്മൾ ഇൻറ്റിജർ ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈവൻ ഇൻറ്റിജർ എന്നാണ്. ഈവൻ ഇൻറ്റിജർ എങ്ങനെയാണ്? -2, -4, -6, അതുപോലെ തന്നെ 2, 4, 6. അപ്പോൾ ഇതാണ് ഈവൻ ഇൻറ്റിജർ. ഇവിടെ തന്നിരിക്കുന്നതാണ് ഓഡ് ഇൻറ്റിജർ. അപ്പം -3, -1, -5, അതുപോലെ തന്നെ 1, 3, 5 അങ്ങനെ പോകുന്നതിനെയാണ് ഓഡ് ഇൻറ്റിജർ. ഇതിന് രണ്ടിനൂടെ കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? നോക്കിക്കേ, ഈവൻ ഇൻറ്റിജർ, ഓഡ് ഇൻറ്റിജർ രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പം ഇത് ഈവനായിട്ട് വരും, ഇത് ഓഡായിട്ടും വരും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് സെറ്റുകളും എന്താണ്? ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഡിസ്ജോയിൻ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുകൊണ്ട് ദിസ് പെയർ ഓഫ് സെറ്റ്സ് ഈസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. കണ്ടോ, ഇൻ്റർസെക്ഷൻ 5 ആയിട്ട് വന്നതുകൊണ്ട് അതൊരു ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുന്നത്.